ഇൻസൈറ്റ് മീഡിയയിലേക്ക് ഏവർക്കും വണക്കം. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ഒരിക്കൽ സ്വയം ചോദിച്ചിട്ടുണ്ടാവില്ലേ, ഒരു ബന്ധത്തിൻ്റെയൊക്കെ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു തീവ്രമായ ഇഷ്ടം, ആ ഒരു ആവേശം, അതൊക്കെ കാലം കഴിയുമ്പോൾ എങ്ങോട്ടായി മാഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ് ആ പഴയ വികാരങ്ങൾക്ക് അതേ ശക്തിയില്ലാതാകുന്നത്? നമുക്കിന്നതിൻ്റെ പിന്നിലെ ആ കാണാച്ചരടുകളൊന്ന് തേടിപ്പോകാം. ഈ ചോദ്യം ശരിക്കും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ്. ഒരു പ്രണയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അടുത്ത സൗഹൃദത്തിൻ്റെയോ തുടക്കത്തിൽ നമുക്ക് തോന്നുന്ന ആ ആവേശം അതെങ്ങോട്ടാണ് പോകുന്നത്? നോക്കിയാൽ ആളുകളോ സ്ഥലങ്ങളോ ഒന്നും മാറിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഫീൽ, ആ ഒരു തോന്നൽ മാത്രം എങ്ങനെയോ മാഞ്ഞു പോയിരിക്കുന്നു. എന്തായിരിക്കും ഇതിന് പിന്നിലെ ആ രഹസ്യം? ഒന്നാലോചിച്ച് നോക്കൂ. നമ്മൾ ആദ്യമായി പോയപ്പോൾ ഭയങ്കരമായി സന്തോഷിപ്പിച്ച ഒരു ഹിൽ സ്റ്റേഷൻ പലതവണ പോയി കഴിയുമ്പോൾ അതൊരു സാധാരണ സ്ഥലമായി മാറുന്നു. ഇനി കുറച്ചുകൂടി ഗൗരവമുള്ളൊരു കാര്യം എടുത്താലോ? ഒരുപാട് സ്നേഹിച്ച് വളർത്തിയ സ്വന്തം അമ്മയെ അതേ മകൻ തന്നെ ജീവിതത്തിലൊരു ഘട്ടം കഴിയുമ്പോൾ ഒരു വൃദ്ധസദനത്തിലാക്കുന്നു. ഇവിടെ അമ്മ മാറിയോ? ഇല്ല. മകൻ മാറിയോ? ഇല്ല. പക്ഷേ അവർക്കിടയിലുള്ള ആ ഒരു അനുഭവത്തിന്റെ നിറം മാറി. എന്താണ് ഈ മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം? അപ്പോ നമ്മൾ കഴിഞ്ഞ തവണ മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചില്ലേ? അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ മനസ്സിന്റെ പ്രവർത്തനത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു രഹസ്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. എന്തുകൊണ്ടാവും നമുക്ക് ചില കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടവും മറ്റു ചിലതിനോട് ഒട്ടും താൽപ്പര്യമില്ലാതെ ചിലപ്പോൾ വെറുപ്പും തോന്നുന്നത്? ഒരു പ്രത്യേക ആളെ കാണുമ്പോഴോ ഒരു പഴയ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എന്താ നമ്മുടെ ഉള്ളിലൊരു പ്രത്യേക സുഖമോ അല്ലെങ്കിൽ ഒരുതരം അസ്വസ്ഥതയോ ഒക്കെ പെട്ടെന്ന് കയറി വരുന്നത്? എന്തായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിലെ ആ ഒരു രഹസ്യം? ശരി, നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. അതായത്, നമ്മൾ എന്തനുഭവിച്ചാലും അതിന് പ്രധാനമായും 4 സ്റ്റെപ്പുകളുണ്ട്. 1. നമ്മുടെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് പോകുന്നു. 2. അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പക്ഷേ നമ്മളെല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത ഏറ്റവും നിർണായകമായ ഒരു 3-ാം ഘട്ടമുണ്ട്. അതാണ് അനുഭവം അല്ലെങ്കിൽ സെൻസേഷൻ. ഇത് നമ്മുടെ ശരീരത്തിൽ നേരിട്ടുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. ഒരു ചൂടോ തണുപ്പോ വേദനയോ അല്ലെങ്കിൽ ഒരു സുഖമോ എന്തുമാകാം. ഇതിനു ശേഷമാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അതായത്, എനിക്കിത് ഇഷ്ടമായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തീരുമാനിക്കുന്ന 4ാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇവിടെയാണ് നമുക്കെല്ലാവർക്കും തെറ്റുപറ്റുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പ്രതികരിക്കുന്നത് പുറത്തുള്ളൊരു സാധനത്തിനോടാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയോടാണ്, ഒരു സാഹചര്യത്തിനോടാണ് എന്നൊക്കെയാണ്. പക്ഷെ സത്യം അതല്ല. നമ്മൾ ഒരിക്കലും അവയോടല്ല നേരിട്ട് പ്രതികരിക്കുന്നത്. നമ്മൾ പ്രതികരിക്കുന്നത് അവ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ആ സെൻസേഷനോടാണ്, ആ അനുഭവത്തോടാണ്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നമുക്ക് നല്ല ഇഷ്ടമുള്ള ഐസ്ക്രീം കിട്ടി എന്നിരിക്കട്ടെ. അതിന്റെ ആദ്യത്തെ സ്പൂൺ വായിൽ വെക്കുമ്പോൾ ആഹാ, ആ തണുപ്പും മധുരമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു സുഖമുള്ള അനുഭവം, ഒരു പോസിറ്റീവ് സെൻസേഷൻ ഉണ്ടാക്കും അല്ലേ? അപ്പം നമ്മൾ പറയും, സൂപ്പർ, എനിക്കിത് ഭയങ്കര ഇഷ്ടായിന്ന്. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ടത് ഐസ്ക്രീമിനെ മാത്രമല്ല, ആ ഐസ്ക്രീം നമ്മുടെ ശരീരത്തിലുണ്ടാക്കിയ ആ സുഖകരമായ അനുഭവത്തെയാണ്. ഇനി കഥയൊന്ന് മാറ്റിപ്പിടിക്കാം. ഇതേ ഐസ്ക്രീം നമ്മൾ കുറേ അങ്ങ് കഴിച്ചാലോ? ആ സുഖമുള്ള ഫീലിംഗ് ഒക്കെ പോയിട്ട് പതിയെ വയറ്റിലൊരു അസ്വസ്ഥത, ഒരു വേദന, അതായത് ഒരു നെഗറ്റീവ് സെൻസേഷൻ വരും. അപ്പം നമ്മുടെ റിയാക്ഷൻ എന്താവും? അയ്യോ മതി, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. കണ്ടോ? ഇവിടെ നമ്മൾ വെറുത്തത് ഐസ്ക്രീമിനെയാണോ? അല്ല, അത് നമ്മുടെ ശരീരത്തിലുണ്ടാക്കിയ ആ അസുഖകരമായ അനുഭവത്തെയാണ്. ഇപ്പൊ കാര്യം പിടികിട്ടിയില്ലേ? ഐസ്ക്രീം അതുതന്നെ, അതിനൊരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ എന്താ മാറിയത്? നമ്മുടെ ശരീരത്തിലെ അനുഭവം. ആ പോസിറ്റീവ് സെൻസേഷൻ മാറി നെഗറ്റീവ് സെൻസേഷനായി. അതോടെ നമ്മുടെ ഇഷ്ടം വെറുപ്പായി മാറി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ രഹസ്യം. നമ്മുടെ ഇഷ്ടവും വെറുപ്പും തീരുമാനിക്കുന്നത് പുറത്തുള്ള ഒരു വസ്തുവോ വ്യക്തിയോ അല്ല, മറിച്ച് അത് നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ടാക്കുന്ന ആ ഫിസിക്കൽ സെൻസേഷനാണ്. അപ്പോ എന്താണ് ഈ അനുഭവം അല്ലെങ്കിൽ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ? ഇത് നമ്മുടെ മനസ്സിലെ ഒരു ചിന്തയോ വികാരമോ മാത്രമല്ല, അതിനേക്കാൾ അടിസ്ഥാനപരമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ നേരിട്ട് സംഭവിക്കുന്ന ശരിക്കുമുള്ള ഫിസിക്കൽ ഫീലിംഗ്സ് ആണ്. ഒരു വേദന, ഒരു തരിപ്പ്, ഒരു മർദ്ദം അല്ലെങ്കിൽ ഒരു സുഖം. സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളുടെയും വെറുപ്പുകളുടെയും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് ഈ ഫീലിംഗ്സ് ആണ്. ഓർക്കുക, ഈ ഒരു തത്വം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലാട്ടോ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇത് ബാധകമാണ്. അതെ, നമ്മൾ ശരിക്കും ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും ആളുകളെയോ വസ്തുക്കളെയോ സാഹചര്യങ്ങളെയോ അല്ല, പകരം അവയൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്ത് സെൻസേഷൻ ഉണ്ടാക്കുന്നു എന്നതിനെയാണ്. ചില ആളുകളെ കാണുമ്പോഴേ നമുക്കൊരു ദേഷ്യം വരില്ലേ? അതവർ നമ്മുടെ ശരീരത്തിൽ ഒരുതരം അസ്വസ്ഥതയുണ്ടാക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു സമാധാനം തോന്നുന്നത് ആ സ്ഥലം നമ്മളിൽ ഒരു ശാന്തമായ അനുഭവം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്.
എന്തിനേറെ നമ്മുടെ സ്വന്തം ഓർമ്മകളും ചിന്തകളും പോലും ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഈ അനുഭവം പ്രതികരണം, അതായത് സെൻസേഷൻ റിയാക്ഷൻ എന്ന ഈയൊരു ലൂപ്പ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതൊരു ശീലമായി മാറും. നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന ഒരു ഓട്ടോമാറ്റിക് പ്രോഗ്രാം. പിന്നെ നമ്മൾ അറിയാതെ തന്നെ ആ ശീലത്തിനനുസരിച്ചും പ്രവർത്തിച്ചു തുടങ്ങും. ഡ്രൈവിംഗ് പഠിച്ച കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. തുടക്കത്തിൽ നമ്മൾ ഗിയർ മാറ്റുന്നതും ക്ലച്ച് ചവിട്ടുന്നതുമെല്ലാം എന്തുമാത്രം ആലോചിച്ചാ ഓരോന്നും ബോധപൂർവം ചെയ്യണം. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയാലോ നമ്മൾ ചിലപ്പോൾ ഫോണിൽ സംസാരിച്ചോ പാട്ട് കേട്ടോ ഒക്കെ ഓട്ടോ പൈലറ്റ് മോഡിൽ വണ്ടി ഓടിക്കും, അല്ലേ? അതാണ് അബോധപൂർവമായി പ്രവർത്തിക്കുന്ന ശീലം. നമ്മുടെ ഇഷ്ടങ്ങളും വെറുപ്പുകളും അതുപോലെ തന്നെയാണ്. ഈ ഓട്ടോ പൈലറ്റ് പരിപാടിക്ക് വേറെയും ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾക്കെപ്പോഴെങ്കിലും അങ്ങനെ പറ്റിയിട്ടുണ്ടോ? കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് മാറ്റി, പക്ഷേ പിറ്റേന്ന് രാവിലെ അറിയാതെ പഴയ പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്തു പോകുന്നത്? നിങ്ങളെപ്പോഴെങ്കിലും കാറിൽ ഇൻഡിക്കേറ്റർ ഇടുന്നതിന് പകരം വൈപ്പർ ഓൺ ചെയ്തിട്ടുണ്ടോ? ഇത് കൂടുതലും സംഭവിക്കുന്നത് നമ്മൾ സാധാരണ ഓടിക്കാത്ത ഒരു പുതിയ തരം കാർ എടുക്കുമ്പോഴാണ്. ഇന്ത്യൻ, അമേരിക്കൻ കാറുകളിൽ ഇൻഡിക്കേറ്ററിന്റെയും വൈപ്പറിന്റെയും സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരിക്കും. അല്ലെങ്കിൽ താക്കോലിന്റെ കാര്യമെടുക്കാം. നിങ്ങൾ താക്കോൽ വെക്കാനൊരു പുതിയ സ്ഥലം തീരുമാനിക്കുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ തിരക്കിട്ടിറങ്ങുമ്പോൾ നിങ്ങളുടെ കൈ ആദ്യം പോകുന്നത് എങ്ങോട്ടായിരിക്കും? തീർച്ചയായും ആ പഴയ സ്ഥലത്തേക്ക് തന്നെ. നിങ്ങളുടെ തലച്ചോറ് പുതിയ തീരുമാനം ഓർക്കുന്നതിലും വേഗത്തിൽ നിങ്ങളുടെ ശരീരം ആ പഴയ ശീലം പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പോ ശരിക്കും എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ അബദ്ധം പറ്റുന്നത്? ഇതിന്റെ പിന്നിൽ തലച്ചോറിന്റെ ഒരു ഹാബിറ്റ് പാറ്റേൺ ആണ്. ഒരു കാര്യം ആവർത്തിക്കുമ്പോൾ തലച്ചോറ് അത് ഓട്ടോമാറ്റിക്കാക്കും. നമ്മളൊരു കാര്യം ആവർത്തിക്കുമ്പോൾ തലച്ചോറ് ഒരു കുറുക്കുവഴി ഉണ്ടാക്കും. പിന്നെ അതൊരു ശീലമായി മാറും. അങ്ങനെ പുതിയൊരു സാഹചര്യത്തിൽ നമ്മുടെ ഈ പഴയ ശീലം കാരണം അറിയാതെ അബദ്ധം പറ്റുന്നു. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ഒരു തരം ഓട്ടോ പൈലറ്റ് മോഡിലാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതുപോലെ വേറെ എവിടെയൊക്കെയാണ് നിങ്ങളുടെ ബ്രെയിൻ ഈ ഓട്ടോ പൈലറ്റ് മോഡ് ഉപയോഗിക്കുന്നത്? ചില സമയത്ത് ഒരൊറ്റ അനുഭവം മതി ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ശീലമുണ്ടാവാൻ. ഒരു ചെറിയ കുട്ടി കൗതുകം കൊണ്ട് ആദ്യമായി തീയിൽ തൊടുന്നതായി സങ്കൽപ്പിക്കുക. ആ ഒരൊറ്റ നിമിഷം ആ കുട്ടിയുടെ ശരീരത്തിൽ സഹിക്കാൻ പറ്റാത്ത തീവ്രമായ വേദന എന്നൊരു നെഗറ്റീവ് സെൻസേഷൻ ഉണ്ടാകുന്നു. അതിനോടുള്ള കുട്ടിയുടെ പ്രതികരണം എന്തായിരിക്കും? തീർച്ചയായും ഭയവും വെറുപ്പുമായിരിക്കും. അതോടെ കഴിഞ്ഞു. ജീവിതകാലം മുഴുവൻ തീയെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഒഴിവാക്കാനുള്ളൊരു ശീലം ആ കുട്ടിയുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്, നമ്മുടെ വ്യക്തിത്വമാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പല ഇഷ്ടങ്ങളും വെറുപ്പുകളും സത്യത്തിൽ എന്താണ്? അവ പഴയ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ ഉപബോധ മനസ്സിൽ രൂപപ്പെട്ട ഓട്ടോ പൈലറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വെറും ശീലങ്ങൾ മാത്രമാണ്. അപ്പോ ഈ ഒരു ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഏതെങ്കിലും ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു വെറുപ്പ് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കൂ. അതിന്റെ തുടക്കം നിങ്ങളുടെ ശരീരത്തിലുണ്ടായ ഏത് സെൻസേഷനിൽ നിന്നായിരിക്കും? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ തന്നെ പല പെരുമാറ്റങ്ങളുടെയും പിന്നിലുള്ള യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും.